സ്റ്റെപ്സ് പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വരുമാന സ്രോതസ്സും വരുമാനവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ 5ാം ക്ലാസിന്റെ 3ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇവിടെ കച്ചവടം, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പോൾ ഒരു സർക്കാർ സേവനം, അതായത് സർക്കാർ ജോലി ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടും? അത് കുട്ടികൾക്ക് ഒരു സംശയമില്ല, സാലറി, അതായത് ശമ്പളം ലഭിക്കും. പലിശ ലഭിക്കണമെങ്കിൽ എന്തായിരിക്കണം വരുമാന സ്രോതസ്? ആ ഒരു ചോദ്യമാണ് അല്പം ചിന്തിക്കേണ്ടത്. ചിന്തിക്കാനൊന്നുമില്ല, 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടേബിൾ നിങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ചതാണ്. പലിശ കിട്ടണമെങ്കിൽ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. ബാങ്കിൽ നമ്മൾ പൈസ എടുക്കുക, അതിനാണ് പലിശ കിട്ടുന്നത്. കെട്ടിട നിർമ്മാണ ജോലി ചെയ്താൽ നമുക്ക് കൂലി ലഭിക്കും. സർക്കാർ ജോലി ചെയ്താൽ ശമ്പളം. മഹിളാ പ്രധാൻ ഏജന്റ് ആണെങ്കിൽ കമ്മീഷൻ കിട്ടും. കച്ചവടത്തിൽ നിന്ന് ലാഭം കിട്ടും. കെട്ടിടം വാടകയ്ക്ക് കൊടുത്താൽ അതിൽ നിന്ന് വാടക കിട്ടും. ഇങ്ങനെ കുടുംബ വരുമാനം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് പല സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും പഠിച്ചു, വ്യത്യസ്ത തൊഴിലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. തൊഴിലുകളെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ 1ാമത്തെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 2ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് ആരംഭം കുറിച്ചത് ആര്? ഏത് യുദ്ധത്തോടെയാണ് സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചത്? ഈ 2 ചോദ്യങ്ങളുടെയും ആൻസർ പാനിപ്പത്ത് യുദ്ധമാണ്. പാനിപ്പത്ത് യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. 1526 ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൽ ബാബർ വിജയിച്ചു. സുൽത്താൻ ആയിട്ടുള്ള ഇബ്രാഹിം ലോധി പരാജയപ്പെട്ടു. അപ്പൊ ആരാണ് പരാജയപ്പെട്ടത്? സുൽത്താൻ ആയിട്ടുള്ള വ്യക്തി. അപ്പൊ സുൽത്താനായിട്ട് അവിടെ അവസാനിക്കുകയാണ്. പകരം ബാബറിന്റെ മുഗൾ രാജവംശം, മുഗൾ റൂള് അവിടെ ആരംഭിക്കുന്നു. മുഗൾ രാജാക്കന്മാരുടെ കോഡ് ഫജ്സ, സുൽത്താൻമാരുടെ കോഡ് അഗിത്തുസലോ. ഡീറ്റെയിൽഡ് ക്ലാസ് തൊട്ട് താഴെ ലിങ്ക് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ആവർത്തിക്കുന്നില്ല. ചോദ്യ പാറ്റേണുകൾ ആവർത്തിച്ചു വരികയാണ്. നമുക്ക് ആ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം. ഓക്കെ, അപ്പോൾ 1526 ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന വർഷമാണ്. പാനിപ്പത്ത് യുദ്ധമാണ്. ഇന്നത്തെ സംസ്ഥാനം ഹരിയാനയാണ്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു. ഡൽഹിയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച യുദ്ധത്തിന്റെ പേര്? ആൻസർ പാനിപ്പത്ത് യുദ്ധമാണ്, 1526. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം 50 വർഷമായിരുന്നു. മുഗൾ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങിയത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. മുഗൾ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടം 1526 മുതൽ 1857 വരെയാണ്. 1526ന്റെ പ്രത്യേകത പാനിപ്പത്ത് യുദ്ധം. 1857ന്റെ പ്രത്യേകത 1ാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി ഔറംഗസേബാണ്. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവെന്നോ ഭരണാധികാരി എന്നോ ചോദിച്ചാൽ അത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആണ്. 1857 കലാപത്തെ തുടർന്ന് കലാപകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയാക്കിയത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. പക്ഷേ തിരിച്ച് ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തു.